നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മധുസൂദൻ ആകെപ്പാടെ ടെൻഷനായി. ഭാര്യ മദ്യപിക്കാനായിട്ട് പോയതാ. പക്ഷെ കൂട്ടുകാരൻ പറഞ്ഞ കഥ കേട്ടിട്ട് താൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഒറ്റ മോളുള്ളേ, ആണായിട്ടും പെണ്ണായിട്ടും ഒരാൾ മാത്രമേ ഉള്ളൂ. അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് താൻ അവളെ ഒന്ന് കാണാൻ പോലും പോയിട്ടില്ല. എല്ലാരെയും താൻ വെറുപ്പിച്ച് നിർത്തിയിരിക്കുക. ഒരുപക്ഷെ അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും തരാനായിട്ട് തനിക്കും ആരും ഉണ്ടാകത്തില്ലേ എന്നൊരു ചിന്ത. ആകെപ്പാടെ വിഷമിച്ച് മധുസൂദൻ ഇരിക്കുന്ന കണ്ടപ്പോ കൂട്ടുകാരൻ ചോദിച്ചു, എന്തു പറ്റി മധുസൂദന? അടിക്കണില്ലേന്ന് ചോദിച്ചു. എന്തോ ഒരു മൂഡ് തോന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മധുസൂദനൻ പോരുവാണ്. അപ്പൊ വീട്ടിലേക്ക് പോരുന്ന സമയത്തെല്ലാം മധുസൂദന്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു. മഹിമ തന്നെ വിളിച്ചാണ് മോളെ കാണാൻ പോകാനായിട്ട്. പക്ഷെ തന്റെ ഈഗോ അതിന് സമ്മതിച്ചില്ല. എന്തിനു വേണ്ടിയാ എന്നൊരു നിമിഷം ചിന്തിച്ചു. അന്നത്തെ രാത്രിയിലാണെങ്കിൽ മധുസൂദന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ കൂട്ടുകാരൻ പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു. ഒരുപക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമോ? തന്റെ ഭാര്യ എന്താണെങ്കിലും അവളെ കാണാൻ പോകും. തന്റെ ഭാര്യ അവൾ നോക്കുകയും ചെയ്യും. തന്നെ നോക്കാനായിട്ട് ആരും കാണത്തില്ല. എന്തിനാ ഇങ്ങനെ? ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ മോളെ പോയി കാണണം. ഈ വിദ്വേഷം വെറുപ്പൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കണം. അവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം. എന്തോ വല്ലാത്തൊരു ബോധോദയം ഉണ്ടായ പോലെയായിരുന്നു മധുസൂദന്. ഈ സമയത്താണെങ്കിൽ ശ്രീകാന്തിന് നല്ല ടെൻഷനാണ്. കാരണം വർഷയാണ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോലും പോയിട്ടില്ല. ശ്രീകാന്തിന്റെ വിഷമം കണ്ടപ്പോൾ രേവതി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, നാളെ ആട്ടെ, നാളെ നമുക്ക് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അതിന് അവള് സമ്മതിക്കണ്ടേ? ഇന്ന് തന്നെ കണ്ടില്ലേ അവള് സ്റ്റുഡിയോയിലേക്ക് പോയത് കണ്ടോ? നമ്മൾ ആരും പറഞ്ഞാലൊന്നും അവള് അനുസരിക്കില്ല രേവതി ചേച്ചി എന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. നാളെ നമുക്ക് അവളെയും കൊണ്ട് ചെക്കപ്പിന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കണ സമയത്ത് രേവതി മുറിയിലേക്ക് എന്നു വർഷയുടെ അടുത്തേക്ക് എന്നു. വർഷയുടെ അടുത്ത് നിന്ന് വർഷയുടെ കാര്യങ്ങളൊക്കെ പറയണം. അതെ, ഞങ്ങൾക്കറിയാം നിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. നിനക്ക് പ്രസവിക്കാൻ പേടിയുണ്ടെന്നും അറിയാം. പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലേക്കൊരു കുഞ്ഞു വരുമോ? ഇല്ല. അത് മാത്രമല്ല, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം അറ്റ കൈക്ക് രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭയങ്കര സങ്കടത്തോടുകൂടി വർഷ പറഞ്ഞു, രേവതി ചേച്ചിക്ക് അറിയാലോ, എനിക്ക് നല്ല പേടിയാ. അറിയാം, പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എന്തിനാ നമ്മുടെ അമ്മമാരൊക്കെ പ്രസവിച്ചുകൊണ്ടല്ലേ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ലായിരുന്നെങ്കിലോ, അവര് പേടിയാന്ന് പറഞ്ഞിരിക്കുവായിരുന്നെങ്കിലോ, വർഷയുടെ അമ്മ പേടിയാന്നും പറഞ്ഞിരിക്കുവായിരുന്നെങ്കിലോ ഇപ്പൊ വർഷം ഉണ്ടാവുമായിരുന്നോ? അത് കേട്ടപ്പോ വർഷം പറഞ്ഞു, അതങ്ങനെയല്ല. എങ്ങനെയാണെങ്കിലും ശരി, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ അല്ലേ ഉള്ളേ, ഒന്നും കൊണ്ട് പേടിക്കണ്ട. അതിന് മാത്രം വേദനയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അത് രേവതി ചേച്ചി വെറുതെ പറയണം. ഞാൻ ഡബ് ചെയ്യണ സമയത്തെ എന്റെ ദൈവമേ, അവര് കാണിക്കുന്ന പ്രകടനങ്ങളെ കണ്ടു കഴിയുമ്പത്തിനും എന്റെ കിളി പാറിപ്പോന്ന് പറഞ്ഞു. അതൊക്കെ ചുമ്മാ ഇങ്ങനെ സീരിയലിനകത്ത് അങ്ങനെ ഓവർ ആക്ടിങ് അല്ലേ, അത്രത്തോളം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ വേദനയില്ലാതെ പ്രസവിക്കാനായിട്ട് എത്രയൊക്കെയോ മാർഗങ്ങളുണ്ട്, ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ? എന്നാലും ഒരെന്നാലും ഇല്ല. നാളെ ഹോസ്പിറ്റലിൽ പോകണം. എല്ലാരും നല്ല പ്രതീക്ഷയില്ല. അച്ഛമ്മ എല്ലാരും വരും. നാളെ എല്ലാരും ഇവിടെ ഒരു ആഘോഷമാക്കി മാറ്റും. അറിയാലോ, ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ കൺമണിയാ. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ എല്ലാരും വർഷമായിട്ട് അത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒന്നും ആ ഭാഗ്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. വർഷയ്ക്കാണ് ആകെപ്പാട് ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് രേവതി പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ എങ്ങനെ എന്താന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവില് ശരി, വർഷ ഒരര മനസ്സ് മൂളുവാണ്, സമ്മതിക്കുവാണ്. പിന്നീട് രേവതി സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ വർഷയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ അവള് കാല് വാരുമെന്ന് മാത്രം അറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടാൻ വഴിയില്ല. നമുക്ക് നാളെ പിടിച്ച പിടിയാലെ അവളെയും കൊണ്ട് പോകാന്ന് പറഞ്ഞു. എന്നാലും അവൾക്ക് ഇത്രമാത്രം പേടിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സച്ചിയേട്ടാ. സച്ചി പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അവൾക്ക് നേരത്തെ തന്നെ പേടിയുണ്ടായിരുന്നു. പാവ ശ്രീകാന്ത്, അവനും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി. അന്നത്തെ രാത്രിയിലാണ് വർഷയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ശ്രീകാന്ത് റെഡിയാകുമ്പോഴത്തേനും വർഷയെ വിളിച്ചു. വർഷ ആദ്യമൊക്കെ മടി പറഞ്ഞു. ഒടുവിൽ രേവതി സച്ചിയൊക്കെ വന്ന് നിർബന്ധപൂർവ്വം വർഷയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, അമ്മയും കൂടെ വേണേ പറഞ്ഞു വിടാന്ന് പറഞ്ഞു. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന സമയത്താണ് വർഷ ചുമ്മാ കാറിലിരുന്ന് കരയുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, നീ എന്തിനാ കരയണേ?
അത് പിന്നെ എനിക്ക് പേടിയാ ഹോസ്പിറ്റലിലേക്ക്. പേടിക്കണം എന്തിന്? അല്ല അത് പിന്നെ എടി നിന്നെ ലേബർ റൂമിലേക്കൊന്നും അല്ല കൊണ്ടുവന്നേ, ഒരു ചെറിയൊരു ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവന്ന, അതിന് വേദനയുടെ കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും വർഷയ്ക്ക് നല്ല ഭയമായിരുന്നു. ശരിക്കും പറഞ്ഞ സച്ചിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു വർഷയുടെ ആക്ടിങ് കണ്ടു കഴിയുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് സച്ചി കളിയാക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വർഷ പറഞ്ഞു, സച്ചേണ്ണന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്റെ വേദന എനിക്കും അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് മധുസൂദൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഹാളിലേക്ക് വരുമ്പത്തിന് മഹിമ ചോദിച്ചു, ഇതെന്താ മധുവേട്ടാ പുറത്ത് എവിടെയെങ്കിലും പോകുവാണോന്ന് ചോദിച്ചു. പുറത്തു വരെ പോണം. അല്ല ഇന്നലെ നീ മോളെ കാണാൻ പോയിട്ട് എന്തായി? എന്താവാനായിട്ട്, ഞാൻ മധുവേട്ടനെ വിളിച്ചല്ലേ, മധുവേട്ടൻ വരത്തില്ലല്ലോ. മോള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാലെങ്കിലും മധുവേട്ടൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അവൾക്ക് നല്ല വിഷമം കാണും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെ അറിയാലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ മധുവേട്ടൻ അറിയാവുന്നതല്ലേ. അല്ല മധുവേട്ടൻ എങ്ങോട്ടാ രാവിലെ ഒരുങ്ങി? അതെ, എനിക്കെന്റെ മോളെ ഒന്ന് പോയി കാണണം. മോളെ കാണാനായിട്ടോ? സത്യമാണോ പറയണെന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ നമ്മൾ എന്തിനാ മഹിമേ ഈ പകയും വിദ്വേഷമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ടേ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല. മനുഷ്യന്മാരല്ലേ, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിയണം. അപ്പോഴല്ലേ മനുഷ്യൻ തന്നെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. മധുവേട്ടന് എന്തു പറ്റി? രാവിലെ ഭയങ്കര ഫിലോസഫി ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചില തത്വങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഒന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം ഉണ്ടായെന്ന് പറഞ്ഞു. അല്ല നേരത്തെ ആണെങ്കിൽ മധുവേട്ടൻ അവിടേക്ക് പോകുന്ന ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ. ആ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ എന്നെ ചീത്ത പറയുന്ന, എന്നെ പറയാത്ത ചീത്തയൊന്നുമില്ല. വേണമെങ്കിൽ അവിടെ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറയുന്ന ആളാ. അതെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല. എന്താണെങ്കിലും ഞാൻ റിട്ടയർഡ് ഡ്രൈവറുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോഴും മാറ്റം വരുന്നില്ലെന്ന് പറഞ്ഞു. അല്ല നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, മധുവേട്ടൻ തനിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ല എന്നെ പറ്റിക്കാൻ പറഞ്ഞൊന്നും അല്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ ടൗണിൽ പോയിട്ട് ഇങ്ങോട്ട് തിരികെ വരുമോ? അല്ലേടി ഞാൻ എന്താണെങ്കിലും മോളെ കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. മോളെ കണ്ടിട്ട് ഞാൻ മടങ്ങി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി പോകുമ്പോഴത്തേനും മഹിമയ്ക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനൊരു മാറ്റം എന്നുള്ള ആളല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് വർഷയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. എല്ലാവരും കൂടെ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, അതെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അതൊക്കെ കഴിക്കണം, പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് വർഷയുടെ മുഖമൊക്കെ ആകെപ്പാടെ വല്ലാതിരിക്കുമായിരുന്നു. പിന്നീട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു, എന്താ വർഷേ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിച്ചു. ശ്രീകാന്തിനെ ദഹിപ്പിക്കുന്ന പോലെ ഒരു നോട്ടം അങ്ങ് നോക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അതെ നീ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. മിണ്ടരുത് നീ കാരണം ഇപ്പൊ ഞാൻ ഈ വേദന അനുഭവിക്കുന്നത്. എനിക്കും അതിന്റെ ടെൻഷൻ അറിയത്തുള്ളൂ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എന്റെ സങ്കടം എനിക്കും അറിയുള്ളൂ എന്ന് പറഞ്ഞു. നിന്നെ വിശ്വസിച്ച ഞാനൊരു മണ്ടിയായി പോയെന്ന് പറഞ്ഞു. ഒടുവില് വീട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേനും വർഷ പറഞ്ഞു, എനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, ഇപ്പൊ സ്റ്റുഡിയോയിലേക്കൊന്നും പോകണ്ട, ഡോക്ടർ പറഞ്ഞ എന്താ റെസ്റ്റ് എടുക്കണമെന്നൊക്കെയല്ലേ പറഞ്ഞേ, നീ എന്തിനാ കടന്ന് അലയുന്നേ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പൊ നീ സ്റ്റുഡിയോയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? രേവതിയും സച്ചിയൊക്കെ എതിർക്കുവാണ്. ഒടുവിൽ അങ്ങനെ ഒരു വർഷ തിരികെ വീട്ടിലേക്ക് തന്നെ വരുവാണ്. അങ്ങനെ വർഷ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് മധുസൂദനം വർഷയെ കാണാൻ വേണ്ടി വരുന്നത്. ആദ്യം സച്ചിയാണ് ഇറങ്ങി ചെല്ലുന്നത്. മധുസൂദനെ കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചി വിചാരിച്ച വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നായിരിക്കും. എപ്പോൾ വന്നാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല പതിവുള്ളത്. അതുകൊണ്ട് ആ രീതിയിലാണ് സച്ചി പെരുമാറുന്നത്. പക്ഷേങ്കിൽ മധുസൂദനൻ പറഞ്ഞു, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നൊന്നുമല്ല, എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്ന. അപ്പൊ സച്ചി ഓർത്ത് പുതിയ എന്തോ ഒരു അടവ് നയമായിട്ട് വന്നിരിക്കുന്നതാണ്. ആ സമയം മധുസൂദനൻ പറഞ്ഞു, ഞാനൊരു അടവ് അഭ്യാസമായിട്ട് വന്നൊന്നുമല്ല, ഇപ്പൊ ഞാൻ പഴയ മധുസൂദനല്ല, എനിക്ക് മനസ്സിലാവും, ഞാൻ കുറെ തെറ്റുകളൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എന്നോട് ക്ഷമിക്കുക, എനിക്ക് എൻ്റെ മോളെ കാണണം എന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു അന്താളിപ്പോടെ രവീന്ദ്രൻ നോക്കുവാണ്. രവീന്ദ്രനും ഇത്ര പെട്ടെന്ന് മധുസൂദനം മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.